ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. സോ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ 10th ലെവൽ പോസ്റ്റ് ആണ് VFA എന്ന് പറയുന്നത്. VFAയുടെ എക്സാം ഡേറ്റ് PSC കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന സെപ്റ്റംബർ മാസം 19-നാണ് ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊരു ഒറ്റ ഘട്ടമായിട്ട് നടത്താനുള്ള ചാൻസ് ഇല്ല. വേണമെങ്കിൽ PSCക്ക് അത് ഒക്ടോബറിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് ജൂലൈ മാസം 12-ാം തീയതിയാണ്. നിങ്ങൾ ജൂലൈ മാസം 12 ആവാൻ വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യരുത്. ഇന്ന് തന്നെ പോയി ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ പോയി നേരെ അത് കൺഫർമേഷൻ കൊടുത്തോണം. കാര്യം എന്ന് വെച്ചാൽ അവസാന ദിവസങ്ങളാകുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ സൈറ്റ് ഹാങ് ആകാനും അല്ലെങ്കിൽ മറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ VFAക്ക് എത്ര പേര് ഓരോ ജില്ലകളിലായിട്ട്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷയാണിത്. ഓരോ ജില്ലകളിലായിട്ട് എത്ര പേരൊക്കെയാണ് അപ്ലൈ ചെയ്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും ഏതൊരു PSC ജനറൽ PSC എക്സാം എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ള ജില്ല എന്ന് പറയാൻ എപ്പോഴും ഇപ്പോൾ LD ക്ലർക്ക് പോലെയുള്ള ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ VFA എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയാണ് എപ്പോഴും PSC പരീക്ഷകളുടെ കാര്യത്തിൽ, ഒരു ജനറൽ PSC പരീക്ഷയുടെ കാര്യത്തിൽ എപ്പോഴും ടോപ്പ് അടിക്കുന്നത്. ഏകദേശം 85,000-ഓളം കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ VFAയുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്ന എന്നാണ് നോക്കുകയാണെങ്കിൽ 21/2/2027 അടുത്ത വർഷം തുറക്കുന്നതിന് അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ചെയ്യും. പിന്നെ മറ്റു ജില്ലകൾ നോക്കുകയാണെങ്കിൽ കൊല്ലം 53,676, തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ PSC പരീക്ഷ എഴുതുന്ന ജില്ലകളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത്. പത്തനംതിട്ട 22,740, ആലപ്പുഴ 37,992, ദെൻ കോട്ടയം 31,228, ഇടുക്കി, നമ്മുടെ മലയോര ജില്ലകളായിട്ടുള്ള ഇടുക്കിയിലും വയനാട്ടിലുമാണ് PSC പരീക്ഷകൾ എഴുതുന്ന ആളുകൾ ഏറ്റവും കുറവ് ഉള്ളത്. സോ ഇടുക്കിയിൽ കുറവായിരിക്കും. പിന്നെ എറണാകുളം നോക്കുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ ആയിരിക്കും, 47,663. അതോടൊപ്പം തന്നെ ഇവരുടെ റാങ്ക് ലിസ്റ്റ് എന്നൊക്കെയാണ് അവസാനിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വർഷം തന്നെ ഈ വർഷം നവംബറിൽ തന്നെ ഇവിടുത്തെ തീരും പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവട്ടെ. നവംബറിൽ തന്നെ അത് എക്സ്പയർഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റും അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ആയിരിക്കും അതിന്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റ് ജില്ലകളിലേക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 49,315 അവിടുത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ അവിടുത്തെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. പിന്നെ പാലക്കാടേക്ക് നോക്കുകയാണെങ്കിൽ 58,142, മലപ്പുറം 57,449, കോഴിക്കോട് 56,029, വയനാട് 17,000. ഞാൻ പറഞ്ഞ പോലെ തന്നെ മലയോര ജില്ലകളിലായ ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്, വയനാട്ടിലാണ് ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ കണ്ണൂർ 39,710, കാസർഗോഡ് 21,976. ചില റാങ്ക് ലിസ്റ്റുകൾ, കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റുകൾ അടുത്ത വർഷം അവസാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം അവസാനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മൊത്തം സമ്മ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം 5,97,615 പേരാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. കൺഫർമേഷൻ കൊടുത്തിട്ടില്ല, കൺഫർമേഷൻ മുമ്പുള്ള ഡാറ്റയാണ് കേട്ടോ. ഏകദേശം 6 ലക്ഷത്തിനടുത്ത ആളുകൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷേ ഈ 6 ലക്ഷത്തിലുള്ള ആളുകളെല്ലാം സെപ്റ്റംബർ 19 എന്നുള്ള ഒരു ഒറ്റ ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് പല ഘട്ടങ്ങളിലായിരിക്കും PSC ഈ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. എല്ലാവരും സെപ്റ്റംബർ 19 എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കരുത്. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ഏർലിയസ്റ്റ് തന്നെ പരീക്ഷ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ സിലബസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ LD ക്ലർക്ക് ഈ വർഷം വരാൻ പോകുന്ന ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന LD ക്ലർക്കിന്റെ അതേ സിലബസ് തന്നെയാണ് നമ്മുടെ VFAക്ക് ഉള്ളത്. പൊതുവിജ്ഞാനത്തിന് 50 മാർക്ക് ആയിരിക്കും ഉള്ളത്. അതിൽ തന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും സംവിധാനങ്ങളും, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, അങ്ങനെയുള്ള ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഭൗതികശാസ്ത്രം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ രസതന്ത്രം എന്നുള്ളത് 3 മാർക്കാണ്. കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം എന്നുള്ളത് 5 മാർക്കാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങളുണ്ട്, അതിന് 3 മാർക്കാണ്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. LD ക്ലർക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും സുപ്രധാന നിയമങ്ങൾ. പിന്നെ ഇവിടെ ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് എത്ര മാർക്കുണ്ട്? 20 മാർക്കുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് നമ്മൾ 1-2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ശരിക്കും റിവൈസ് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അതോടൊപ്പം തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 3ഉം കൂടി 30 മാർക്കാണ്. ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. അപ്പൊ 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു പരീക്ഷയെ പറ്റി പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ പരീക്ഷ എങ്ങനെയായിരിക്കും എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇനിയും പഠിക്കാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും.
അപ്പോൾ നമ്മളൊരു പുതിയൊരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. VFAയുടെ 60 ദിവസം കൊണ്ട് പഠിച്ച് നമുക്ക് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു പരീക്ഷ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.